ബിജു പോലീസേ ഒരു ചായ ഉണ്ടോടാ? എടോ തീ ഉണ്ടോ? എന്റെ രംഗ് എന്തു വാടാ? ഒന്ന് അനങ്ങി വാടാ. എവിടെ ആയിരുന്നാ? നിന്റെ തീ ഉണ്ടോടാ? ഇനിയെങ്കിലും ഒന്ന് പോയിക്കൂടാ. എന്തോ ഓ വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരം സാറേ. അതൊരു കഥ. നമ്മുടെ വൈശാഖൻ ചത്തേ പിന്നെ ഈ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ. അബ്ദുള്ള എടാ തീ തന്നിട്ട് പോടാ. അബ്ദുള്ള തീ. ഒന്ന് വേഗം നടക്കൂട്ടിയേ. അത് കൊള്ളാലോ. അവസാനം ലളിതമായി തോറ്റ് പിൻവാങ്ങിയെന്ന ഞങ്ങള് അങ്ങനെ അങ്ങോട്ട് തോറ്റ് പിന്മാറാൻ പറ്റുമോ? യൂണിഫോം ഇട്ട് ബാഗും എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ നിരീക്ക? ഇങ്ങോട്ട് വരികയെന്നല്ലേ നിരീക്ക? എന്നാ കഥ എന്താ? കണ്ണി കണ്ട കൂളിപ്പിള്ളാരുടെ കൂടെ കൂട്ടുകൂടി കറങ്ങി നടക്കന്നെ. എത്ര നാളായി ഇവനെന്നെ പറ്റിക്കണമെന്നറിയോ? പിടിക്കുമെന്നായപ്പോഴാവും നേർച്ച ഉണ്ടെന്നും പറഞ്ഞ് എന്നെയും കൂട്ടി പഴനിക്ക്, അവിടുന്ന് അങ്ങോട്ട് തിരുപ്പതിക്ക്. എന്നിട്ടോ കൂട്ടുകാരനോട് സംസാരിക്കണ കണ്ടപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. 2 ദിവസം കൂടെ കഴിഞ്ഞ ഇവിടുത്തെ പണി അങ്ങോട്ട് പോകുന്ന. എന്താ പോരെ? അത് ശരിയാ. എന്ത് ശരി? അല്ല വന്നില്ലായിരുന്നെങ്കിൽ പണി പോയാനെ. ഒരു ചായ പോലെ അകത്തിരുന്ന് കുടിക്കാൻ പറ്റും. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് കുട്ടികൾ വന്നില്ലാച്ച ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞൂടെ? അതെങ്ങനെയാ? ചെയ്യില്ല. ഈ നാട് ഒരു കാലത്തും നന്നാവില്ല. ഇനി ഗോവിന്ദൻ പൂക്കൾ ചൂടിയ തീയുണ്ടോടാ? ഈ നഞ്ചൻകോട്ടയിലെ ഏറ്റവും സമാധാനമുള്ള സ്ഥലം ഈ കാണുന്ന പോലീസ് സ്റ്റേഷൻ. ഞങ്ങള് കുറച്ചുപേര് വരുന്നു പോകുന്നു, അത്രയോ. എന്ത് പാവം. അഹം വിഷ്ണുരവതാരം ആളിക്കത്തും സംഹാരം കൽക്കി. ഈ മൈത്രി ഇനി ഇവിടെ വേണ്ട. എനിക്കതങ്ങോട്ട് പിടിക്കുന്നില്ല. പോലീസ് സ്റ്റേഷൻ അത് മതി. ഈ നഞ്ചൻകോട്ടയിൽ ആരുടെയും കണ്ണീരൊപ്പാൻ വന്നതല്ല ഞാൻ. പക്ഷെ കരയിക്കുന്നവന്റെയൊക്കെ തല ഞാൻ അടിച്ചു പൊളിക്കും. ഞാനിവിടെ കുറച്ച് നാളുണ്ടാവും. ഞാനുള്ളിടത്തോളം ഇതൊരു പോലീസ് സ്റ്റേഷനും നിങ്ങളൊക്കെ ഇവിടുത്തെ പോലീസുകാരുമായിരിക്കും. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഇവിടുത്തെ ആര് എന്ത്? ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ അബ്ദുള്ള, വയസ്സ് 46, ഭാര്യയും മകളും ഉണ്ട്.